കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അക്രമവും കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ചകൾ, ഇതിൽ ഇരകളാകപ്പെടുന്ന സ്ത്രീകൾ, നിത്യേന നിരവധി സ്ത്രീകളുടെ കണ്ണീർ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ സമാനമായൊരു സംഭവം ഉണ്ടായത് കോഴിക്കോട് കുണ്ടുങ്ങലിലാണ്. കുണ്ടുങ്ങലിൽ ഭാര്യയെ പെട്രോളൊഴിച്ച് കത്തിക്കാൻ ശ്രമമുണ്ടായി. കുണ്ടുങ്ങൽ സ്വദേശി CK നൌഷാദാണ് പെട്രോൾ നിറച്ച കുപ്പിയുമായി വീട്ടിലെത്തി അതിക്രമം കാട്ടിയത്. വാതിൽ തുറക്കാതെ വന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന്, ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കങ്ങൾ അത് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ. ഇവിടെ കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഒരു യുവതിക്ക് നേരെയാണ് ഭർത്താവിൻ്റെ ആക്രമണം ഉണ്ടായത്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് പരാതിയിൽ പറയുന്നത്? ഈ യുവതിക്ക് ഈ ആക്രമണത്തിൽ എന്തെങ്കിലും പരിക്കേറ്റിരുന്നോ? കോഴിക്കോട് കുണ്ടുങ്ങലിലാണ് ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതായത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയും ഭർത്താവും, യുവതിയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന പരാതിയുണ്ട്. ഇതേ തുടർന്ന് പലപ്പോഴും തുടർച്ചയായി വീട്ടിലെത്തി അതിക്രമം കാട്ടുന്നു, ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ വരെയും ശ്രമമുണ്ടായെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത് വലിയ രീതിയിലുള്ള, അതായത് ഈ യുവതിയെ, ഭാര്യയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ഇങ്ങനെ പതിവായി ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അതിക്രമങ്ങൾ ഉണ്ടാകുന്നുവെന്ന് യുവതിയുടെ പരാതിയിലുണ്ടല്ലോ അനീഷ്. ഇംതിയാസ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടു തുടങ്ങിയത്. അതിൽ യാതൊരു മാറ്റവും ഇപ്പോഴും ഇല്ല എന്നാണ് ഈ കോഴിക്കോട് കുണ്ടുങ്ങലിലെ ഈ സംഭവം നമ്മളെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഭാര്യ ജാസ്മിന് ക്രൂരമായ പീഡനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നൌഷാദിൽ നിന്നും ഭർത്താവിൽ നിന്നും ഏൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നിന്നും വ്യക്തമാവുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ജാസ്മിനെ കാണാനായി ജാസ്മിൻ്റെ അമ്മയും ഉപ്പയും മുക്കത്താണ് അവരുടെ വീട്. അവിടെ നിന്നും അവർ ഈ കുണ്ടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. ഈ മാതാപിതാക്കൾ വീട്ടിലേക്ക് എത്തിയ ആ സമയം മുതൽ തന്നെ അങ്ങേറ്റം മോശമായ പെരുമാറ്റമാണ് നൌഷാദിൻ്റെ ഭാഗത്തു നിന്നും ഈ ജാസ്മിനോട് ഉണ്ടായതെന്നാണ് പറയാൻ കഴിയുന്നത്. ഈ പ്രകോപനം, ഈ ഇത്തരത്തിൽ ഈ മാതാപിതാക്കൾ വന്നുപോയ ശേഷം ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കൊലപാതക ശ്രമത്തിലേക്ക് നീങ്ങിയതെന്നും പോലീസ് പറയുന്നു. ഈ മുഖത്ത് അടക്കം അടിച്ച് പരിക്കേൽപ്പിക്കുന്നു, കത്തി ഉപയോഗിച്ച് നെറ്റിയിലും കയ്യിലും മറ്റും പോറിലേൽപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും ചെയ്യും. ഈ ഭാര്യയുമായി വഴക്കുണ്ടാക്കിയ ശേഷം പിന്നീട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ നൌഷാദ് രാത്രിയാണ് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ ഒരു കുപ്പി നിറയെ പെട്രോളും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെട്രോളുമായി വീടിന് പുറത്തെത്തി ഈ വലിയ ആക്രോശം ഉയർത്തി വീട് തുറക്കാനായി ശ്രമിച്ച ഭർത്താവ് വാതിലിൽ വലിയ ശബ്ദത്തിൽ കൊട്ടിയപ്പോൾ ഈ ഭാര്യ ജാസ്മിൻ കതക് തുറക്കാതിരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏറെ നേരം അയാൾ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനുശേഷം കയ്യിലിരുന്ന പെട്രോൾ ഒഴിച്ച് ഈ ജാസ്മിൻ്റെ സഹോദരിയുടെ വാഹനം കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ആ വാഹനം കയ്യിലിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഈ വാതിൽ തുറന്നിരുന്നെങ്കിൽ ജാസ്മിന് നേരെ ഈ നൌഷാദിൻ്റെ ഭാഗത്തു നിന്നും ഈ ക്രൂരമായൊരു ആക്രമണം ഉണ്ടായേനെ. ഈ പെട്രോൾ ഒഴിച്ച് ജാസ്മിനെ തന്നെ കത്തിക്കുമോ എന്ന ഒരു സംശയം യുവതിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കതക് തുറക്കാതെ ശക്തമായി തന്നെ പിടിച്ചു നിന്നതിനാൽ വാഹനമാണ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെയും നൌഷാദിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഈ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയുടെ കാര്യത്തെ ചൊല്ലി ഒരുപാട് തവണ ഈ വഴക്കുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും സംശയരോഗം ഉള്ള ആൾ കൂടിയാണ് നൌഷാദ്. അതുകൊണ്ട് ആ ഫോട്ടോ എടുത്തതിനെ ചൊല്ലി, കൂട്ടുകാർക്കൊപ്പം നിന്ന് ആ ഫോട്ടോ എടുത്തതിനെ ചൊല്ലി വലിയ കോലാഹലങ്ങൾ വീട്ടിലുണ്ടാക്കുകയും അതേ ചൊല്ലി പലപ്പോഴും ഈ
വാക്കുതർക്കങ്ങൾ, വഴക്ക് എന്നിവ ഉണ്ടാക്കിയിരുന്നതായും ജാസ്മിൻ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഈ നടന്നത്. അതേ തുടർന്നുള്ള ആശയഭിന്നതകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഈ നൗഷാദ് ജാസ്മിനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ നാളായി ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ ചൊല്ലി വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ജാസ്മിൻ പറയുന്നു. രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാത്ത അനീഷ്, ഇങ്ങനെ കൊലപ്പെടുത്താൻ വരെ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ യുവതിയെ കൊലപ്പെടുത്താൻ വരെയും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലേ? എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്? കുടുംബ പ്രശ്നം, അതല്ലെങ്കിൽ ഇയാളുടെ ഒരു സംശയമാണോ ഭാര്യയെ ഈ രീതിയിൽ ആക്രമിക്കാനുള്ള കാരണം? അതോ മറ്റേതെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം? അങ്ങനെ യുവതി തുടർച്ചയായി, അതായത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അങ്ങനെ അതിക്രമത്തിന് ഇരയായിട്ടുള്ള വ്യക്തിയാണോ? ടോമോ, രണ്ട് കാര്യങ്ങളാണ് ഇയാളുടെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബം പറയുന്നത്. ഒന്ന് ലഹരിയാണ്. ലഹരിക്ക് അടിമയായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആളാണ് ഇയാൾ. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നീട് വളരെ ഒരു സൈക്കോപാത്ത് എന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റൊന്ന് സംശയം. പ്രത്യേകിച്ചും ലഹരിക്ക് അടിമയാകുമ്പോൾ തന്നെയാണ് ഈ സംശയരോഗം ഇയാളിൽ ഏറി വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇവർ ജോലി ചെയ്ത സ്ഥാപനത്തിൽ കൂട്ടുകാരോടൊന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ആ ഫോട്ടോ പോലും ഇയാളെ അങ്ങേയറ്റം പ്രകോപിതനാക്കുന്ന സാഹചര്യം. ഫോട്ടോ എടുത്ത ശേഷം വീട്ടിലെത്തി പിന്നീട് ദിവസങ്ങളോളം ഇത് പറഞ്ഞ് ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയും ഒരു മാനസിക നില തെറ്റിയ ആളുടെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, സാധാരണഗതിയിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ യുവതികളൊക്കെ ഭർത്താക്കന്മാരിൽ നിന്നും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ മുതൽ ഇത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തെ അറിയിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുടുംബത്തെ അറിയിച്ചാലും ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പോയാൽ പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യം, ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും കുറ്റപ്പെടുത്തലുണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ യുവതിയും പോയത്. ഉറക്കാൻ സമ്മതിക്കാതെ പോലും രാത്രിയിൽ മർദ്ദിക്കുന്ന പതിവുണ്ട്. കത്തിയെടുത്ത് ശരീരത്തിൽ വരയും, ചോരപ്പാടുകൾ കണ്ട് ആസ്വദിക്കും. ഒപ്പം ഈ ശ്വാസം മുട്ടിച്ച ശേഷം പിടയുമ്പോൾ ഈ യുവതിയുടെ പിടച്ചിൽ കണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന രീതിയിലേക്കുള്ള അങ്ങേയറ്റം ഒരു സൈക്കോപാത്ത് എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു ഇയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലഹരിക്ക് അടിമയായ ശേഷം ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കുടുംബത്തിനും പലപ്പോഴും വിവരം ഈ യുവതി അറിയിച്ചിട്ടുണ്ട്, ജാസ്മിൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഈ വിവരങ്ങൾ തിരക്കാനായി ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയും കുടുംബങ്ങളെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇയാൾ ഈ മാതാപിതാക്കളെ കണ്ടുകൂടി കൂടുതൽ പ്രകോപിതനായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ അങ്ങേയറ്റം പ്രകോപനകാരിയായ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ, സംശയാലുവായ ഒരു ഭർത്താവാണ് നൗഷാദ്. ഇയാൾക്കെതിരെ എന്തായാലും ആയുധം ഉപയോഗിച്ച് മുറിപ്പെടുത്തൽ, നരഹത്യാശ്രമം തുടങ്ങിയ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം തുടങ്ങിയുള്ള 5 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കെതിരായ കൂടുതൽ അന്വേഷണം നടത്തും എന്ന പോലീസ് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തി കഠിനമായ ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ളൊരു വിചാരണ നടപടികളിലേക്ക് നീക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് കേട്ടോ. യെസ്, അനീഷ്, എന്താണ് ഈ യുവതിയുടെ നിലപാടെന്താണ്? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണോ, അതോ ഇങ്ങനെ സാധാരണഗതിയിൽ ഇതുപോലെ പീഡനങ്ങൾ സഹിച്ച്, ഭർതൃപീഡനങ്ങൾ സഹിച്ച് വീണ്ടും ആ വീട്ടിൽ തന്നെ കഴിയേണ്ട സാഹചര്യമുണ്ട്? പല കുടുംബങ്ങളിലും പിന്നീട് സംഭവിക്കുന്നത് യുവതികളുടെ ആത്മഹത്യയാകും. പക്ഷെ ഇവിടെ എന്താണ് ഈ യുവതിയുടെ നിലപാടെന്താണ്? ആ ഭർത്തൃ വീട്ടിൽ തന്നെ തുടരുകയാണോ, അതോ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? ജാസ്മിൻ ഇപ്പോൾ മുക്കത്തെ ജാസ്മിൻ്റെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഭർത്തൃ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ വാതിലിൽ മുട്ടി കതക് തുറക്കാതെ വന്നപ്പോൾ, ഈ ജാസ്മിൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവം, തുറക്കാതെ വരുമ്പോൾ പുറത്തുള്ള സ്കൂട്ടർ കത്തിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ ആ പെട്രോൾ ഈ ജാസ്മിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച ശേഷം തീ കൊളുത്തി
വധിക്കാനുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇയാൾ ലഹരി മൂത്ത് നിൽക്കുമ്പോൾ ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും എന്നതാണ് ഈ യുവതിയുടെ അനുഭവത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നോടുള്ള വിരോധമാണ് ആ സ്കൂട്ടറിൻ്റെ മുകളിൽ തീർത്തത് എന്ന് തന്നെ അവർ കരുതുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇയാളോടൊപ്പം ഒരു തിരിച്ചുപോക്കിനി ഉണ്ടാവില്ല. തിരിച്ചു പോയാൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നറിയാം. കുടുംബത്തിൻ്റെ വലിയ പിന്തുണ ഇപ്പോൾ ഈ കുട്ടിക്ക് ഈ യുവതിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇയാൾക്കെതിരായ നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരം ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ പതിവാണ് രണ്ട് ഭിന്ന ധ്രുവങ്ങളിലുള്ളവർ അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളോട് കൂടിയവർ, രണ്ട് സ്വഭാവങ്ങളോട് കൂടിയവരൊക്കെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആശയപരമായ ഭിന്നതകളും ചില പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരു നല്ല രീതിയിലേക്ക് മുന്നേറുക എന്നതാണ് ദാമ്പത്യത്തിൽ പലപ്പോഴും കണ്ടുവരുന്നത്. അങ്ങനെ തന്നെ ആവാം ആ യുവതി അത്രയും നാൾ ഇയാളുടെ പീഡനങ്ങൾ സഹിച്ചത്. അത് തന്നെയാണ് MS അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് പല വീടുകളിലും ഇത്തരം സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം, ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാം. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള മാനസിക അവസ്ഥയുള്ളവർ, സംശയരോഗികളായിട്ടുള്ള ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്നത് അത് അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഈ യുവതിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്.